ഹലോ, നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിനെ കുറിച്ചാണല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ പഠിച്ചു. അതായത് ന്യൂനസംഖ്യകളെ കൂട്ടാനും കുറക്കാനും ഗുണിക്കാനും ഒക്കെ പഠിച്ചു. നമുക്കിനി ഇന്നത്തെ ക്ലാസ്സിൽ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ ഡിവിഷൻ നോക്കാം. എങ്ങനെ ന്യൂനസംഖ്യകൾ ഹരിക്കുന്നു നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് 6/2 എന്ന് പറയുന്നത് എന്താണ്? 6/2 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം 6/2 എന്ന് പറയുന്നത് 3 അല്ലേ? ഇതെല്ലാവർക്കും അറിയണ കാര്യമായിരിക്കും അല്ലേ? ഇനിയിപ്പോൾ -6/2 എന്നാണെങ്കിൽ അതെന്തായിരിക്കും? ഇവിടെ ഒരു മൈനസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഈ 2ൻ്റെ മുമ്പിൽ എന്താണ്? പോസിറ്റീവാണ്. 2 സിമ്പിളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിനർത്ഥം ഒരു പോസിറ്റീവ് ഉണ്ടെന്നാണല്ലേ. അപ്പം ഒരു നെഗറ്റീവ്, ഇപ്പം ഇവിടെ ആണെങ്കിൽ നോക്കൂ, ഇതൊരു പോസിറ്റീവ് സംഖ്യേനെ ഒരു പോസിറ്റീവ് സംഖ്യനോടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസറും എന്താണ്? ഒരു അതിസംഖ്യ തന്നെയാണ്, ഒരു പോസിറ്റീവ് സംഖ്യ തന്നെയാണ്. ഇനിയിപ്പോൾ ഒരു നെഗറ്റീവ് സംഖ്യേനെ പോസിറ്റീവ് സംഖ്യനോട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? എന്തായിരിക്കും എന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു നെഗറ്റീവ് സംഖ്യ ആയിരിക്കും, ഒരു ന്യൂനസംഖ്യ ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുക -3 എന്നായിരിക്കും. ഓക്കെ, നെഗറ്റീവിനെ പോസിറ്റീവിനോട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? -3 ആണ്. ഇനിയിപ്പോൾ നമുക്ക് 6/-2 എന്നാണെങ്കിലോ, ഒരു പോസിറ്റീവ് സംഖ്യനെ നെഗറ്റീവ് സംഖ്യനോട് ഡിവൈഡ് ചെയ്യുമ്പോഴും നമുക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും കിട്ടുന്നത്. നമ്മളെ സംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ന്യൂനസംഖ്യ ആയിരിക്കും. ഇനിയിപ്പോൾ ഒരു -6 -6/-2 എന്നാണെങ്കിലോ, രണ്ടും നെഗറ്റീവാണല്ലേ. അങ്ങനത്തെ കേസിൽ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? +3 എന്നായിരിക്കും. ഓക്കെ, +3 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ എന്താണ് നമ്മൾ പഠിച്ചത്? ഇപ്പോൾ 2 നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്? പോസിറ്റീവ് തന്നെയാണ് അല്ലേ. ഇവിടെ നോക്കൂ, 2 നെഗറ്റീവ് ആണെങ്കിലോ, നെഗറ്റീവ് ഡിവൈഡഡ് ബൈ നെഗറ്റീവ് എന്നാണെങ്കിലോ, 2 നെഗറ്റീവ് ആണെങ്കിലും അത് പോസിറ്റീവായിട്ട് മാറും ഡിവൈഡ് ചെയ്യുമ്പോൾ. ഇനിയിപ്പോൾ ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ആണെങ്കിലോ, അതെന്തായിരിക്കും? നെഗറ്റീവ് സംഖ്യ അല്ലേ നമുക്ക് കിട്ടിയത്, ഒരു ന്യൂനസംഖ്യയാണല്ലേ കിട്ടിയത്, അപ്പോൾ അതൊരു നെഗറ്റീവാണ്. അതുപോലെ ഒന്ന് പോസിറ്റീവും രണ്ടാമത്തെ സംഖ്യ നെഗറ്റീവും ആണെങ്കിൽ, ന്യൂമറേറ്റർ പോസിറ്റീവും ഡിനോമിനേറ്റർ നെഗറ്റീവും ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? അതും എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നോക്കി നമുക്ക് എന്താ മനസ്സിലാവുക? രണ്ടും ഒരുപോലത്തെ സൈൻ ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. രണ്ടും ഒരുപോലത്തെ സൈൻ ആണെങ്കിൽ പോസിറ്റീവ് ആണല്ലേ. രണ്ടും വ്യത്യസ്ത സൈൻ ആണെങ്കിൽ നെഗറ്റീവ് ആണ്. ഓക്കെ, 2 നെഗറ്റീവ് കൂടിയാൽ ഒരു പോസിറ്റീവായി, ഒരു നെഗറ്റീവ് മാത്രമാണെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഡിനോമിനേറ്ററോ ന്യൂമറേറ്ററോ ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അതായത് അംശവും ഛേദവും നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് പോസിറ്റീവും, അതിൽ അംശമോ അല്ലെങ്കിൽ ഛേദമോ ന്യൂമറേറ്ററോ ഡിനോമിനേറ്ററോ ഏതെങ്കിലും ഒന്ന് മാത്രം നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് തന്നെ ആയിരിക്കും. ഇത് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ്റെ അതേപോലെ തന്നെയല്ലേ. മൾട്ടിപ്ലിക്കേഷന് നമ്മൾ ഇതുപോലത്തെ റൂൾ തന്നെ അല്ലായിരുന്നു. നെഗറ്റീവും ആണെങ്കിൽ പോസിറ്റീവ് അതുപോലെ തന്നെയാണല്ലേ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷന് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും നമുക്ക് ഒരുമിച്ച് പഠിച്ചാൽ മതിയില്ലേ, അത് രണ്ടും ഒരുപോലെയാണ് അല്ലേ. അപ്പോൾ ഇത് ഓക്കെ ആയെന്ന് വിചാരിക്കണം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ -15/5 എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ? ഒരു നെഗറ്റീവാണുള്ളത്, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് -3 ആയിരിക്കും. ഇനിയിപ്പോൾ -15/-5 എന്നാണെങ്കിലോ, 2 നെഗറ്റീവാണ്, അപ്പോൾ നമുക്ക് എന്താവും? അത് പോസിറ്റീവ് ആവും അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുക എന്തായിരിക്കും? 3 എന്നായിരിക്കും. ഇനിയിപ്പോൾ എന്താണ് 8/-2 എന്നാണെങ്കിലോ, ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. ഒരു ന്യൂനസംഖ്യ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. 8/2 എന്ന് പറയുന്നത് 4 ആണ്. ഇനിയിപ്പോൾ -50/10 എന്നാണെങ്കിലോ, നമുക്ക് എന്തായിരിക്കും? ഒരു മൈനസ് ആണുള്ളത്, അപ്പോൾ നമുക്ക് എന്താവും? -5 എന്നാവും അല്ലേ. ഇനിയിപ്പോൾ -15/-10 എന്നാണെങ്കിലോ, രണ്ടും മൈനസ് ആണെങ്കിൽ നമുക്കത് +5 ആയിട്ട് മാറും അല്ലേ. ഇതൊക്കെ അല്ലേ, ഡിവിഷൻ ഓക്കെ അല്ലേ. ഇനി നമുക്ക് നമ്മളെ ടെക്സ്റ്റിൽ പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ഇൻ ദ ഇക്വേഷൻ y = 1/x, ടേക്ക് x ആസ് എ നമ്പേഴ്സ് -2/3, -1/2, -3/5 ആൻഡ് കമ്പ്യൂട്ട് y. നമ്മളോട് എക്സിനൊക്കെ ഈ വാല്യൂ കൊടുത്തിട്ട് y കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്, എക്സുകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്, നമ്മളോട് y കാണാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക്
y ഈസ് ഈക്വൽ ടു എന്താണ് 1/x ആണല്ലേ. നമുക്ക് ഓരോന്നായിട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് എക്സിന് -2/3 കൊടുക്കാം. എക്സിന് -2/3 കൊടുക്കുമ്പോൾ y എന്താണ് നമുക്ക് കിട്ടുക? y ഈക്വൽ ടു 1/-2/3 എന്ന് കിട്ടും. ഇവിടെ 1/1 ആണല്ലേ, 1 എന്ന് പറഞ്ഞാൽ 1/1 അല്ലേ. അപ്പോൾ ഇവിടെ ഉള്ളത് 1/1/-2/3 എന്നാണല്ലേ. 1/1 എഴുതാൻ കാരണം എന്താണ്? 1/1 ഈക്വൽ ടു 1 ആണ് അല്ലേ. ഇനി ഈ -2/3നെ ഇൻറ്റു ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ എങ്ങനെയാണ് എഴുതാം? അതായത് -2/3നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇൻറ്റു ആക്കി എഴുതാൻ നമ്മൾ എന്താണ് ചെയ്യൽ? അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യൂലേ. അതായത് അതിൻ്റെ വ്യുൽക്രമം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. വ്യുൽക്രമം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ, റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ തിരിച്ചിട്ട് ഗുണിക്കുക. അതായത് -2/3 എന്നുള്ളത് നമ്മൾ -3/2 എന്ന് എഴുതും. അതായത് ഇതിനങ്ങോട്ട് തിരിച്ചിടുക. നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അംശം ചെയ്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. 3/2 എന്നുള്ളത് 2/3. അങ്ങനെയാണ് റെസിപ്രോക്കൽ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ അല്ലേ. അപ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കേട്ടോ? 1/1 പറയുന്നത് 1 തന്നെയാണ്. 1 × -2/3. 1 × -2/3 എന്ന് പറയുന്നത് -3/2 ആണ്. -3/2 എന്ന് പറയുന്നത് എന്താണ്? -3/2 എന്നല്ലേ. 1 × ആ സംഖ്യ എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടും എന്ത്? -3/2. ഇനി നമുക്ക് എക്സിന് -1/2 കൊടുത്ത് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടുക y ഈക്വൽ ടു 1/-1/2. നമുക്കിതിന് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ 1 × ഇതിനെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ഇവിടെ ഡിവിഷൻ മാറി നമുക്ക് എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. അതാണല്ലേ. അതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? അത് മൾട്ടിപ്ലൈ ആവാനും വേണ്ടിയിട്ടാണ്, അങ്ങനെ നമുക്ക് ചെയ്യാനും സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. ഓക്കെ. അപ്പോൾ എന്താണ്? അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ -2/1 ആവും. 1 × -2/1. 2/1 എന്ന് പറഞ്ഞാൽ എന്താണ്? -2/1 എന്ന് പറഞ്ഞാൽ -2 അല്ലേ. 2/1 എന്ന് പറയുന്നത് 2 എന്നല്ലേ. അപ്പോൾ 1 × -2 എന്നാവും. 1 × -2 എന്താണ്? -2 എന്നല്ലേ. അപ്പോൾ ഇത് ഓക്കെ അല്ലേ. ഇനി നമുക്ക് എക്സിന് നെക്സ്റ്റ് ഒരു വാല്യൂ ഇട്ട് കൊടുക്കാം, -3/5. അപ്പോൾ എന്താവും? y ഈക്വൽ ടു 1/-3/5 ആവും. അപ്പോൾ നമ്മളിതിനെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. റെസിപ്രോക്കൽ 3/5ൻ്റെ റെസിപ്രോക്കൽ എന്താണ്? -5/3 എന്നാവും. തിരിച്ചിട്ട് ഗുണിക്കല്ലേ. റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് എന്താണ്? 1 × ദിസ് സംഖ്യ എന്ന് പറയുന്നത് അതന്നെയല്ലേ. അപ്പോൾ നമുക്ക് കിട്ടും എന്ത്? -5/3 എന്ന് കിട്ടും. ഇതൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എന്താണ്? നമുക്ക് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ എന്താവും? കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യണത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഇൻ ദ ഇക്വേഷൻ y ഈക്വൽ ടു 1/x-1 + 1/x+1. ടേക്ക് x ഈക്വൽ ടു -2 ആൻഡ് x ഈക്വൽ ടു -1/2 ആൻഡ് കമ്പ്യൂട്ട് y. നമ്മളോട് എക്സിന് ഈ രണ്ട് വാല്യൂയും കൊടുത്ത് ഈ y കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞത്, അതായത് y കണ്ടെത്താൻ. അപ്പോൾ ആദ്യം നമുക്ക് എക്സിന് എന്ത് കൊടുക്കാം? -2 കൊടുത്തിട്ട് ചെയ്യാം. അപ്പോൾ y എന്താവും? 1/x ഉള്ളിടത്തൊക്കെ നമ്മൾ -2 കൊടുക്കും. -2/-1 + 1/-2 + 1. അപ്പോൾ 1/-2 -1 എന്താണ്? രണ്ടും ഒരുപോലത്തെ സൈൻ ആകുമ്പോൾ നമ്മൾ ആഡ് ചെയ്യൂലേ. ആഡ് ചെയ്തിട്ട് മൈനസ് കൊടുക്കും. അപ്പോൾ -3 എന്നാവും. +1/. ഇതാവുമ്പോഴാണോ നമ്മൾ വലുതെന്ന് ചെറുത് കൊടുത്ത് കുറച്ചിട്ട് വലുതിൻ്റെ സൈന്. അപ്പോൾ എന്തായിരിക്കും? -1 കിട്ടും. ഓക്കെ. അപ്പോൾ 1/-3 + 1/-1. 1/1 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഇനി ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾക്ക് എന്താണ് കിട്ടുക? നെഗറ്റീവ് ആയിരിക്കും നമ്മളെ സൈൻ എന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചില്ലേ, ഡിവിഷൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചു. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ, ഒരു നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി പ്ലസും മൈനസും കൂടെ വന്നാൽ മൈനസ് അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. -3 -1 ആവും. ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് മൈനസ് ചെയ്യുക? നമുക്കറിയില്ലേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ 1 എന്ന് പറയുന്നത് 1/1 ആണ്. അപ്പോൾ ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇതിനെ ഇങ്ങോട്ട് ചെയ്യും, ക്രോസ് ചെയ്താണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 1 × 1 ചെയ്യും ആദ്യം. എന്നിട്ട് നമ്മൾ ഈ സൈൻ ഇട്ട് കൊടുക്കണം, നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇങ്ങോട്ടേക്കും ക്രോസ് ചെയ്യും, ഇങ്ങോട്ടേക്കും ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 1 × -3 ചെയ്യും. എന്നിട്ട് ഹോൾ ഡിവൈഡഡ് ബൈ ഈ അടിയത്തെ ഡിനോമിനേറ്റർ രണ്ടും ഛേദം രണ്ടും ഗുണിക്കും.
-3 ഇൻറ്റു 1. ഇതെന്താണ്? 1 ഇൻറ്റു 1 1 ആണ്. മൈനസ് 1 ഇൻറ്റു -3 എന്താണ്? 1 ഇൻറ്റു -3 എന്ന് പറയുന്നത് എന്താണ്? -3 അല്ലേ? ബൈ -3 ഇൻറ്റു 1 -3. പിന്നെ 1 -3 എന്ന് പറയുന്നത് 1 + 3 ആവും, ഡിവൈഡഡ് ബൈ -3. അപ്പോൾ എന്തായിരിക്കും? 4/-3. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 4/-3 എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ എക്സിന് -2 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? -4/3 കിട്ടും. ഇനി നമുക്ക് എക്സിന് എന്ത് കൊടുക്കാം? -1/2 കൊടുക്കാം. -1/2 കൊടുക്കുമ്പോൾ നമുക്ക് എക്സിന് എന്ത് കിട്ടും നോക്കാം. y = 1/-1/2 -1 + 1/-1/2 + 1. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യുക? ആദ്യം നമ്മൾ ഡിനോമിനേറ്ററിലുള്ളത് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താവും? ഫസ്റ്റ് നമുക്ക് ഡിനോമിനേറ്റർ ചെയ്യാം. 1/, ഇവിടെ ഉള്ളത് ചെയ്താൽ -1/2 -1 നമുക്ക് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ എന്തായിരിക്കും? അല്ലെങ്കിൽ നമുക്കിങ്ങനെ നോക്കിയാലും മതി. ഇത് അരയാണ്, ഇത് 1 അപ്പം -1/2 1 പോയാൽ എന്തായിരിക്കും? ആദ്യം നമ്മൾക്ക് എന്താവും? മൈനസും കൂടെ പ്ലസ് ആവും. മൈനസും ആഡ് ചെയ്യേണ്ടി വരും, എന്നിട്ട് വലുതിൻ്റെ സൈന്. അല്ലെങ്കിൽ നമുക്ക് ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. 1/1 എന്ന് പറയുമ്പോൾ 1/1 എന്ന് പറയുന്നത് 1/1 എന്നുണ്ടാവും. അപ്പോൾ 1 ഇൻറ്റു 1 ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു 1 1 ആണ്. -1 ഇൻറ്റു 1 ആണ്. അപ്പോൾ മൈനസ് ഉണ്ടാവും. ആൻഡ് ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുക. അവിടെ ഒരു മൈനസ് ആണ് നമ്മുടെ സൈൻ എന്ന് പറയുന്നത്. 1 ഇൻറ്റു 2 അപ്പോൾ 2 ആണ്, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇനി പ്ലസ് 1/, ഇതിനെ അതുപോലെ ചെയ്യുമ്പോൾ -1 ഇൻറ്റു 1 -1 ഇൻറ്റു 1 1 തന്നെയാണ്. പ്ലസ് 1 ഇൻറ്റു 2 അപ്പോൾ 2 വരും. ആൻഡ് 2 ഇൻറ്റു 1 2 വരും. ഇനി ഇതെന്തായിരിക്കും നമുക്ക് കിട്ടുക? 1/-1 -2 -3 അല്ലേ നമുക്ക് കിട്ടുക? ആണല്ലേ? -3/2 ഉണ്ടാവും. പ്ലസ് 1/, ഇതെന്താണ്? -1 + 2 എന്താണ്? 1 അല്ലേ? 1/2. ഓക്കെ, ഇതെന്തായിരിക്കും? ഇത് നമ്മൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വിൽക്രമം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻറ്റു -2/3. വിൽക്രമം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്താണ് നമുക്കറിയാം? തിരിച്ചിട്ടാണ്ട് ഗുണിക്കുക, അത്രേ ഉള്ളൂ. തിരിച്ചിടുക, അതിനെ ജസ്റ്റ് തിരിച്ചിടുക നമ്മൾ. 1 ഇൻറ്റു 2/1 1 ഇൻറ്റു 2/1. 1/2ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 2/1 ആണ് അല്ലേ? അതിനെ തിരിച്ചിട്ട് നമുക്ക് 2/1 അല്ലേ കിട്ടുക? 1 ഇൻറ്റു -2/3 -2/3 ആണ്. പ്ലസ് 1 ഇൻറ്റു 2/1 2 ആണ് അല്ലേ? ഇനി ഇതിന് -3/2 + 2 ഇങ്ങോട്ടേക്ക് മാറ്റി ചെയ്തിട്ടുണ്ട്. -2/3 + 2. ഇതിന് നമുക്കിനി ക്രോസ് ചെയ്യാം അല്ലേ? ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലേ എന്തായിരിക്കും? ഇവിടെ 2/1 ആയിരിക്കും. 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ 1 ഉണ്ട് എന്നാണ് അർത്ഥം അല്ലേ? കാരണം 2/1 എന്ന് പറയുന്നത് 2 തന്നെയാണ്. -2 ഇൻറ്റു 1 ആദ്യം ഇങ്ങോട്ടേക്ക് ചെയ്യാം, പിന്നെ ഇങ്ങോട്ടേക്ക് ചെയ്യാം. -2 ഇൻറ്റു 1 എന്താണ്? -2 ആണ്. 3 ഇൻറ്റു 2 എന്താണ്? 6 ആണ്. പ്ലസ് ആണ് ഇവിടെയുള്ള സൈന്. പ്ലസ് 6/3 ഇൻറ്റു 1 എന്താണ്? 3 ആണ്. -2 + 6 എന്താണ്? 4 അല്ലേ? 4/3. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4/3 ആണ്. അപ്പോൾ ഓക്കെ ആണോ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? കുറച്ച് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ ചെയ്യാണ്ടല്ലേ? പക്ഷേ സിമ്പിളാണ്. നമ്മളൊന്ന് ചെയ്യുമ്പോൾ ഒന്ന് കാൽക്കുലേഷൻ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ഡിവിഷനും ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? മൾട്ടിപ്ലിക്കേഷൻ അതുപോലെ തന്നെയാണല്ലേ? 2 നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആവും. ആൻഡ് ഒന്ന് മാത്രം നെഗറ്റീവ് ആണെങ്കിൽ അത് നമുക്ക് എന്തായിരിക്കും? നെഗറ്റീവ് തന്നെ ആയിരിക്കും. ഇത്ര നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ. മെയിനായിട്ട് നമ്മൾ ഇത്രയാണ് അതിൽ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇനി ഇപ്പോൾ നമുക്ക് എന്താണ് ഈ ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ആയി. കാരണം നമ്മൾ എല്ലാം പറഞ്ഞു, അഡീഷനും പറഞ്ഞു, മൾട്ടിപ്ലിക്കേഷനും പറഞ്ഞു, ഡിവിഷനും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഓക്കെ.